ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി പലതരത്തിലുള്ള ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇത് ഫ്രോസൺ ആക്കി വെക്കുന്നതും അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയും ഒക്കെ കാണിക്കുന്നുണ്ട്. നമുക്കിതുപോലെ ഫ്രോസൺ ആക്കി വെക്കുമ്പോൾ പിന്നെ നമുക്ക് എളുപ്പമല്ലേ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ. നമുക്ക് ഒരു മാസം കൂടുതലൊക്കെ ഇതുപോലെ വെക്കാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോന്നും കാണിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം കേട്ടോ. സമൂസ, കട്ട്ലറ്റ്, പിന്നെ ചിക്കൻ പോപ്കോണ്, ചിക്കൻ ബോൾസ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് ചിക്കൻ ബോൾസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇത് കഴുകി എടുത്ത ശേഷം വെള്ളം നല്ലോണം വാർന്നെടുക്കണം. എന്നിട്ട് നമുക്കിത് ഡയറക്റ്റായിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ. ഒരു സ്റ്റീമറിൻ്റെ തട്ടിലോട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ നല്ലോണം ഫ്ലെയിം നല്ലോണം കുറച്ച് അങ്ങനെ കുക്ക് ചെയ്തെടുക്കണമെന്നില്ല. ഞാൻ ജസ്റ്റ് ആവി കയറ്റാതെയും ചെയ്തെടുക്കാറുണ്ട്. ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ചിക്കൻ ഫിംഗേഴ്സ്, അതുപോലെ ചിക്കൻ നഗറ്റ്സ്, ഇങ്ങനെയുള്ളതൊക്കെ അതൊന്നും നമ്മൾ ആവി കയറ്റി അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ബ്ലെൻഡറിലിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അങ്ങനെയും ചെയ്യാം. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെയും ചെയ്യാം കേട്ടോ. പിന്നെ വെള്ളം നല്ലോണം വാർന്നെടുക്കണം. വെള്ളത്തോടെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ ആവി കയറ്റി എടുക്കുമ്പോൾ ചെറുതായിട്ട് വേവുമല്ലോ, അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ഊറി വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു 5 സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊടിച്ചെടുക്കണം ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു മീഡിയം സൈസിലുള്ള ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ സൈഡൊന്നും നമ്മൾ കട്ട് ചെയ്തെടുത്തത് കളയണ്ട, നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കന് 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റോളം ആവി കയറ്റി എടുത്തിട്ട് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു ചിക്കൻ പീസ് മാത്രം ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ചിക്കൻ പീസ് ഇതിലോട്ട് വലിയൊരു ബൗളിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലെൻഡറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2 പ്രാവശ്യമായിട്ടൊക്കെ ചെറിയ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്കിതുപോലെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് അടർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ചെറുതായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകം ഒന്ന് വറുത്ത് പൊടിച്ചത്. പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒറിഗാനോ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണ് മതി. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ചിക്കൻ പോപ്കോൺ ആ ഒരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓനിയൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടീസ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് മൊത്തത്തിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് എല്ലാം കൂടെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1-2 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ബ്രെഡും അതുപോലെ വേറെ 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, മാറ്റി വെച്ചത്. ഇനി വേണ്ടത് ഇതിലോട്ട് മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തത് ഒരു പകുതിയോളം ചേർത്ത് കൊടുത്താൽ മതി. ഒരു മുട്ട ബീറ്റ് ചെയ്യുക, എന്നിട്ട് നേരെ പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കണ്ട, പിന്നീട് നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചിക്കൻ നേരത്തെ വേവിക്കുന്ന കൂട്ടത്തിൽ ഊറി വന്നിട്ടുള്ള ചിക്കൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂണാണ്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഒരു 2-3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ
അതുപോലെ ഇതിലോട്ട് കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു ബോൾസാക്കി എടുക്കാൻ പരുവത്തിനുള്ള ഒരു ഡോ ആയിട്ട് കിട്ടണം, നല്ല കട്ടിക്കുള്ളൊരു മാവ്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി മാവ് ലൂസാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മാവ് നല്ലോണം ഓവർ തിക്കാണ്, ഓവർ കട്ടിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തതോ നേരത്തെ മാറ്റി ബാക്കി ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ചിക്കൻ വേവിച്ച വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊന്നും വേറൊന്നും ചേർത്തിട്ടൊന്നുമില്ല, നല്ല പാകത്തിനുള്ള നമുക്ക് ബോൾസാക്കി എടുക്കാൻ പരുവത്തിന് നല്ല കട്ടിക്കുള്ള മാവന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാം. അപ്പോൾ നല്ല വലിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതാക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ബോൾസാക്കിയാണ് എടുക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ ബോൾസാക്കി വെക്കാം കേട്ടോ എല്ലാം കൂടെ. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ബ്രെഡ് ക്രംസിലാണ് കോട്ടിങ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബ്രെഡ് ക്രംസിന് പകരം കോൺഫ്ലെക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇപ്പോൾ ഏകദേശം ഫ്ലേവറൊക്കെ ചിക്കൻ പോപ്കോണിൻ്റെ ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ കോൺഫ്ലെക്സിൽ കോട്ടിങ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കാണാനും ആ ഒരു രീതിക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ബ്രെഡ് ക്രംസിലും കോട്ടിങ് ചെയ്യാം, അല്ലെങ്കിൽ കോൺഫ്ലെക്സ് ജസ്റ്റ് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്യുക, എന്നിട്ട് വേണം കോട്ടിങ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ബ്രെഡ് ക്രംസിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലവർ മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഈ ഒരു ബ്രെഡ് ക്രംസിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കോട്ടിങ് ചെയ്തെടുക്കുക. അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ചൊന്ന് ഈ ഒരു ബ്രെഡ് ക്രംസിൻ്റെ ഇതിലിട്ട് കൊടുത്ത ശേഷം കയ്യൊക്കെ ഒന്ന് തുടച്ചിട്ടാണ് ഞാൻ കോട്ടിങ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നമുക്കൊന്നും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് നീറ്റായിട്ട് തന്നെ കോട്ടിങ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലായിടത്തും ഈ ഒരു ക്രംസ് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ടിങ് ചെയ്യുക. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണയിലോട്ട് ഇതിൻ്റെ പൊടിയൊന്നും തട്ടി വീഴുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഡയറക്റ്റ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്രോസൺ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ട്രേയിലോട്ട് ആദ്യം ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ട്രേയിൽ മൊത്തം ഇതുപോലെ ഒന്ന് ഓരോന്നും ഇതുപോലെ നിരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ ബോൾസും ഒരു ട്രേയിലോട്ട് മൊത്തത്തിൽ നിരത്തി കൊടുത്തിട്ട് 1 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കുക. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഒരു ട്രേയിൽ എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു അരമണിക്കൂറൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഫ്രീസറിൽ വെച്ചാൽ മതി. 1 മണിക്കൂറൊക്കെ എന്തായാലും വെക്കുക. അപ്പോൾ നമുക്ക് നല്ല ഇതുപോലെ നല്ല കട്ടിക്കാണ് ഇതിപ്പോൾ ഉള്ളത്, നല്ല ഡ്രൈ ആയിട്ട് നല്ല കട്ടിക്കുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഒരു കണ്ടെയ്നറിലോട്ട് ഇട്ട് വെക്കാനായിട്ട്. ഇങ്ങനെ ആയി കിട്ടണം ആദ്യം, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ കണ്ടെയ്നറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ പൊടിഞ്ഞു പോവും. അതുമാത്രമല്ല നമ്മൾ പിന്നീട് എടുക്കുമ്പോൾ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ അത് മൊത്തത്തിലെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് നമുക്ക് എടുക്കുമ്പോൾ തന്നെ എല്ലാം പൊടിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫ്രീസറിൽ നമുക്ക് വെക്കാൻ പറ്റും. ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ പൊടിഞ്ഞു പോവുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഈ ഒരു രീതിയിൽ വെക്കാം കേട്ടോ. ഇതുപോലെ നല്ലൊരു കണ്ടെയ്നറിലാക്കി വെക്കാം, എയർ ടൈറ്റുള്ള നല്ലൊരു കണ്ടെയ്നറിൽ, അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലാക്കി വെച്ചാലും മതി. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്രീസറിലോട്ട് മാറ്റാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒരു ഫ്രീസറിൽ ഒരു ദിവസമൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രീസറിലോട്ട് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ തലേന്ന് വെച്ചതായിരുന്നു ഫ്രീസറിൽ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് കുറേ ദിവസമൊക്കെ നമുക്കിതുപോലെ ഫ്രീസറിൽ വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്തെ പുറത്ത് വെച്ചാൽ മതി. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അതുപോലെ നമ്മളിങ്ങനെ ഇതിപ്പോൾ കണ്ടില്ലേ, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ കുറേ നേരം പുറത്ത് വെക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒലിച്ച് വരും. ഒരു 5-10 മിനിറ്റ് വേണമെങ്കിൽ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് വെക്കുന്നെങ്കിൽ വെക്കാം. കുറേ നേരം ഒന്നും വെക്കരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ പോപ്കോണാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 300 ഗ്രാം ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ട് വെള്ളം വാർന്നെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇത് ഞാൻ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. അതുപോലെ വെള്ളം വാർന്നിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ്
മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ്. പിന്നെ അതുപോലെ 1 ടീസ്പൂണ് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു മുട്ടയുടെ ഒരു പകുതി മുട്ട മതിയാകും. അപ്പോൾ ഒരു മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു മുട്ട ഫുള്ള് വേണ്ട. എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ, പറ്റുമെങ്കിൽ അരമണിക്കൂർ തന്നെ മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എന്തായെങ്കിലും മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് കോട്ടിങ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ ഓനിയൻ പൗഡർ 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് വൈറ്റ് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ നോർമൽ ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ പാകത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം കൂടെ. അപ്പോൾ ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്, ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നേരത്തെ വിട്ടുപോയതാണ്, നേരത്തെ ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഫ്ലേവറിൽ കിട്ടുന്നുണ്ട്, പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ഫ്ലേവറിൽ തന്നെ. ഇതൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു ചിക്കൻ ഇതിൽ നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കുക. എല്ലാ പീസും ഇതിൽ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് ആക്കി കൊടുത്താൽ മതി. ഇനി നമ്മളിത് മുട്ടയിൽ ഡിപ്പ് ചെയ്യുന്നതും ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഇതുപോലെ കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഫ്രോസനാക്കി വെക്കാം. ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് നമ്മളിത് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് നല്ല കട്ടിയായതിന് ശേഷം ഇതിപ്പോൾ ഞാൻ 1.5 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് അരമണിക്കൂറാകുമ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് വീണ്ടും വെച്ചതാണ് കേട്ടോ, ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണുള്ളത്, അല്ലെങ്കിലും നല്ല കട്ടിയാകും. എന്നാലും ഒന്ന് തിരിച്ചിട്ട് വീണ്ടും വെക്കുകയാണെങ്കിൽ നമുക്കിത് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കുറേ ദിവസം, 1 മാസത്തിന് കൂടുതലൊക്കെ നമുക്ക് ഫ്രീസറിൽ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലൊക്കെ എല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് സിപ്പ് ലോക്ക് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കി വെക്കാം. ഇതുപോലുള്ള സിപ്പ് ലോക്ക് ബാഗില്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കി ഫ്രീസറിൽ 1 മാസം കൂടുതലൊക്കെ വെക്കാം കേട്ടോ. പിന്നെ ഈ ഒരു സിപ്പ് ലോക്ക് ബാഗ് എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് മുമ്പ് ഞാൻ ഇതുപോലുള്ള വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിന്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഇതുപോലുള്ള സിപ്പ് ലോക്ക് ബാഗ്. അതുപോലെ കേക്ക് ടൂൾസൊക്കെ കിട്ടുന്ന ഷോപ്പിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ചിക്കൻ പോപ്കോൺ ആണ്. അപ്പോൾ കണ്ടില്ലേ, ഇത് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണുള്ളത്. ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കുന്ന കൂടി വേണമെങ്കിൽ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5-10 മിനിറ്റ് വേണമെങ്കിൽ മാത്രം പുറത്ത് വെക്കാം കേട്ടോ. കുറേ നേരം പുറത്ത് വെക്കരുത്, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കണം. 5-10 മിനിറ്റ് മാത്രം പുറത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതിപ്പോൾ നമ്മൾ ഫ്രോസൺ ആക്കി വെക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഒക്കെ മീഡിയം ഫ്ലെയിമിലോട്ട് തന്നെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും, ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പോപ്കോൺ ആണ്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് സമൂസ ഉണ്ടാക്കിയെടുക്കുന്നതും ഇതുപോലെ ഫ്രോസൺ ആക്കി വെക്കുന്നതും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം.
റെസിപ്പിയും കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഫ്രോസനാക്കി വെക്കുന്നതും കൂടി നോക്കാം കേട്ടോ. കുറച്ചധികം ക്വാണ്ടിറ്റി തന്നെ ഞാൻ ഈ ഒരു സമൂസ കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 75-80 അളവിലുള്ള കാണിക്കുന്നുണ്ട്. 80 സമൂസ ഉണ്ടാക്കിയെടുക്കാനുള്ള അളവ്. നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഹോം മെയ്ഡായിട്ട് തന്നെ നമുക്ക് നല്ല തിന്നായിട്ടുള്ള ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള റെസിപ്പി നോക്കാം കേട്ടോ. അപ്പം ഞാനിതിൽ കാണിക്കുന്നത് 1.5 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഓൾമോസ്റ്റ് 30-35 ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം, സമോസ ഷീറ്റ്. അപ്പം നിങ്ങൾ ഇൻഗ്രീഡിയൻസൊക്കെ ഡബിൾ എടുക്കുകയാണെങ്കിൽ 3 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലവറും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 70ഓളം സമോസ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലോട്ട് 1.5 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ 1-2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ കുറേ ദിവസമൊക്കെ വെക്കുമ്പോൾ വിനീഗർ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട്, ചെറുതായിട്ട് ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ സാധാരണ പൂരിക്കൊക്കെ ചെയ്യുന്നതിനേക്കാളൊക്കെ കുറച്ചൊന്ന് വലുപ്പത്തിൽ ബോൾസാക്കി എടുക്കുക. അതിനേക്കാളും ഒരിച്ചിരി വലുപ്പത്തിൽ ബോൾസാക്കി എടുക്കുക കേട്ടോ. പൊരിയുടെ ഷേപ്പിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഷീറ്റ് കുറച്ചും കൂടെ ചെറുതാകും. കുറച്ചും കൂടെ വലുപ്പത്തിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള ഷീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിപ്പോൾ തന്നെ നമ്മൾ പരത്തി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ബോൾസാക്കി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്ലേറ്റ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. ഏത് മാവാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. കുറേ നേരം നമ്മളിങ്ങനെ തുറന്ന് വെക്കുമ്പോൾ ഇത് ഡ്രൈ ആയി പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ പൊരിക്കൊക്കെ ചെയ്യുന്നതിനേക്കാളൊക്കെ കുറച്ചൊന്ന് വലുപ്പത്തിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ മാവും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. അപ്പം മൈദ തൂക്കി കൊടുത്തിട്ട് നമ്മൾ സാധാരണ പൊരിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. പക്ഷെ അത്രയും തിന്നാക്കിയിട്ട് പരത്തിയെടുക്കണ്ട കേട്ടോ. അതിനേക്കാളും ഒരിച്ചിരി കനത്തിൽ പരത്തിയാൽ മതി. ഇനി ഇതേ സൈസിലുള്ള വേറൊരു ഷീറ്റും കൂടെ സെയിം സൈസിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ 2 ഷീറ്റ് വെച്ചിട്ടാണ് ആദ്യം ചെയ്യുന്നത്. പിന്നീട് 3 വെച്ചിട്ടും ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 വെച്ചിട്ടും 3 വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക. എല്ലായിടത്തും ഇതിൻ്റെ സൈഡിലോട്ടൊക്കെ കവറാകുന്ന രീതിയിൽ എണ്ണ ആക്കി കൊടുക്കുക കേട്ടോ. എണ്ണ നന്നായി എല്ലായിടത്തേക്കും എണ്ണ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കത് പിന്നീട് അടർത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ 2 എണ്ണം നമ്മൾ വെച്ചിട്ടാണിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നന്നായി എണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കുക. മൈദയും കൂടെ വിതറി കൊടുക്കുക. അപ്പോൾ മൈദ തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് സെയിം സൈസിലുള്ള വേറൊരു ഷീറ്റും കൂടെ വെക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇനിയൊരു ഷീറ്റും കൂടെ വെക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ എണ്ണയൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇനിയൊരു ഷീറ്റ് വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മൈദ നന്നായി തൂക്കി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. പക്ഷെ അത്രയും തിന്നാക്കിയിട്ട് പരത്തണ്ട കേട്ടോ. അതിനേക്കാളും ഒരു ഇച്ചിരി കനത്തിൽ പരത്തിയെടുത്താൽ മതി. ഒരു പൊടിക്ക് ചപ്പാത്തി ചെയ്യുന്നതിനേക്കാളും ഒരു പൊടിക്ക് കനത്തിൽ പരത്തിയെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നീളത്തിൽ ആക്കിയിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ റൗണ്ടിൽ തന്നെയാണ് പരത്തിയെടുത്തത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് വേണ്ടത്. നല്ലോണം തിന്നുമല്ല, അതുപോലെ നല്ലോണം തിക്കുമല്ല. ചപ്പാത്തി പരത്തുന്നതിനേക്കാളും ഒരിച്ചിരി കനത്തിൽ മാത്രം പരത്തിയാൽ മതി. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നതിന് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് എത്ര തിന്നാക്കിയിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത്രയും തിന്നാക്കി പരത്തിയെടുക്കുമ്പോൾ നമുക്കത് പെർഫെക്റ്റായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റില്ല. ഇനി നമുക്കൊരു പാന് നല്ല ചൂടായ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 35 സെക്കൻഡ് വരെ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 35 സെക്കൻഡ്, 40 സെക്കൻഡ് ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് സമയം നോക്കിയിട്ട് തന്നെ വെക്കാം കേട്ടോ. എന്നാലേ നമുക്കല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷീറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇത് നന്നായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ കുക്കാവണം. അപ്പോൾ ഫ്ലെയിം ഒരിക്കലും കൂട്ടിക്കൊടുക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ ഇത് ഓവറായിട്ട് കുക്കാകാനും പറ്റില്ല, അതുപോലെ നന്നായിട്ട് കുക്കായി കിട്ടണേ വേണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചുട്ടെടുക്കേണ്ടത്. അതുകൊണ്ടാണ് കേട്ടോ സമയം നോക്കിയിട്ട് തന്നെ ഒരു 35-40 സെക്കൻഡ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 35-40 സെക്കൻഡ് ആകുമ്പോൾ ഇതിൽ നിന്നും മാറ്റാം. അപ്പോൾ ഈ ഒരു സമൂസ ഷീറ്റിൻ്റെ റെസിപ്പി ഞാൻ കുറേ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചാനൽ തുടങ്ങിയ സമയത്ത്. അപ്പോഴും ഒരുപാട് പേരുണ്ടാക്കി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ആയിട്ടുണ്ട്. വീണ്ടും 35 സെക്കൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റാം.
ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ മതി. ഇനി ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത പീസ് നമുക്ക് കളയണ്ട കേട്ടോ, നമുക്ക് വേറൊരു സ്നാക്കിനും കൂടെ യൂസ് ചെയ്യാം. ചിക്കൻ പൊട്ടിത്തെറിച്ചത് എന്നുള്ള സ്നാക്കിന് ഇങ്ങനെയുള്ള കട്ട് ചെയ്ത പീസാണ് കോട്ടിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം, ആ ഒരു കട്ട് ചെയ്ത പീസൊക്കെ. എന്നിട്ട് നല്ലൊരു കവറിലാക്കി വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി സൈഡൊക്കെ. ഞാനൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനി ഇത് സമൂസക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് രണ്ടാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് റോള് ചെയ്യാനുള്ള ഷീറ്റാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ നടുക്ക് കട്ട് ചെയ്യാതെ തന്നെ സെപ്പറേറ്റ് ആക്കിയാൽ മതി. സമൂസക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇനി ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ എളുപ്പത്തിൽ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കുമ്പോൾ ഒന്ന് പൊട്ടിപ്പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് നല്ല തിന്നായിട്ടുള്ള ഷീറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ച് നീളത്തിലുള്ള ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നീളത്തിൽ പരത്തിയെടുക്കാം. പക്ഷെ നമ്മൾ തവ വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ ആ ഒരു തവ അതിനനുസരിച്ചുള്ള വലിയ തവ വെക്കാൻ നോക്കാം കേട്ടോ. നമ്മൾ എത്ര വലിയ സൈസിലുള്ള ഷീറ്റാണ് നമ്മൾ പരത്തിയെടുക്കുന്നത് അതിനനുസരിച്ചുള്ള തവ വെക്കാൻ നോക്കാം, അല്ലെങ്കിൽ സൈഡൊന്നും കുക്കായി കിട്ടില്ല. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാനും പറ്റില്ല. ഇനി ഇതിലിപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ എണ്ണയും അതുപോലെ മൈദയൊക്കെ തൂക്കി കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തതിൻ്റെ മുകളിൽ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേറൊരു ഷീറ്റും കൂടെ വെച്ചിട്ട് 3 എണ്ണം വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ 3 എണ്ണമായി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് എണ്ണ തൂക്കി കൊടുക്കുന്നില്ല, മൈദ മാത്രം തൂക്കി കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൈദയൊക്കെ തൂക്കി ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തിയൊക്കെ പരത്തുന്നതിനേക്കാളും ഒരു പൊടിക്ക് തിക്നെസ്സോടെ പരത്തിയെടുക്കുക. എന്നിട്ട് ചൂടായ പാനിലിട്ടിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 35-40 സെക്കൻഡ് കുക്ക് ചെയ്യുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു 40 സെക്കൻഡൊക്കെ ആയ ശേഷം തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ വലിയ സൈസാക്കി പരത്തിയെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ പാൻ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ സൈഡൊന്നും കുക്കായി വരില്ല. അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 35 സെക്കൻഡൊക്കെ ആകുമ്പോൾ നമുക്ക് മാറ്റാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ തന്നെ സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഫുള്ള് കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഓരോന്നും ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് 100 ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30-35 ഷീറ്റാണ് നമുക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് 100 ഷീറ്റ് മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതല്ലാതെ വേറെ 3 കപ്പ് മൈദയും 1 കപ്പ് കോൺഫ്ലവറും കൂടെ ഇതിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇനി ഒരിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 70 ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഓൾമോസ്റ്റ് 100 ഷീറ്റ് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 100 ഷീറ്റിനുള്ള മസാലയും കാണിക്കുന്നുണ്ട്. 100 സമൂസക്കുള്ള മസാലയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഫ്രോസൺ ആക്കി വെക്കുന്നെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാം. 3 ഷീറ്റ് വെക്കുമ്പോൾ നമുക്ക് 3 ഷീറ്റ് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ 4ഉം 5ഉം ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ 2 വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കൂടുതൽ വെച്ച് ചെയ്യുമ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുമ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ 2 ഷീറ്റ് മാത്രം വെച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് കുക്കായിട്ടൊക്കെ കിട്ടും. നമ്മളിങ്ങനെ കൂടുതൽ ലെയർ വെക്കുമ്പോൾ കുക്കായി കിട്ടാനും ഇച്ചിരി സമയം കൂടുതലും എടുക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ കുറേ കൂടുതലൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം ഇതുപോലെ ഷീറ്റ് ഉണ്ടാക്കി വെക്കാം. പിന്നെ വേറൊരു ദിവസം മസാല ഉണ്ടാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഫ്രോസൺ ആക്കിയൊക്കെ വെക്കാം കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഷീറ്റ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് 100 സമൂസക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാനുള്ള അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് അത്യാവശ്യം 4 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് 4 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒന്നിച്ച് തന്നെ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്
പച്ചമുളകും കറിവേപ്പിലയും, ഒരു 5 പച്ചമുളകും അതുപോലെ ഒരു 5-6 തണ്ട് കറിവേപ്പിലയും കൂടെ രണ്ടും ഒന്നിച്ചാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 4 5 ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് 5 എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 കറിവേപ്പില തണ്ടും കൂടെ ഒന്നിച്ചാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3/4 ടീസ്പൂണ് ബിരിയാണി മസാല പൗഡർ, അതുപോലെ 1/2 ടീസ്പൂൺ മീറ്റ് മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് പിച്ചി എടുത്തിട്ടുള്ള ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് 1/2 കിലോ മുതൽ 3/4 കിലോ വരെ എടുക്കാം കേട്ടോ. മുള്ളില്ലാത്ത ബീഫ് അല്ലെങ്കിൽ ചിക്കൻ 1/2 കിലോ മുതൽ 3/4 കിലോ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇറച്ചിയും മസാലയും ഒക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1-2 കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പൊട്ടാറ്റോ, അതുപോലെ 2 ക്യാരറ്റ്, മീഡിയം സൈസിലുള്ള 2 പൊട്ടാറ്റോയും 2 ക്യാരറ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വേവിച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ വെന്ത് ഉടയുന്ന പരുവത്തിലല്ല കേട്ടോ, നന്നായി വെന്ത് കിട്ടുകയും വേണം, ഉടഞ്ഞു പോവാത്ത രീതിയിൽ തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കും. നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില അരിഞ്ഞതും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലോട്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ആദ്യം ഈ ഒരു മല്ലിയില അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് 2 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം. ചെറുതാണെങ്കിൽ, ചെറിയ സവാളയാണെങ്കിൽ 3 എടുക്കാം, വലിയ സവാളയാണെങ്കിൽ 2 മതിയാകും. അപ്പോൾ ഇത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണയിൽ മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് സവാള ഇതുപോലെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവസാനമായിട്ട് സവാള ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 1/4 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി അവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി. ജസ്റ്റ് ഒന്ന് 1/4 കപ്പ് അവിൽ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒന്നും ചെയ്യാനില്ല. നോർമൽ നമ്മൾ കഴിക്കുന്ന ഒരു തിന്നായിട്ടുള്ള അവിൽ തന്നെയാണ്. അപ്പോൾ 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെടുക്കാൻ നല്ലതാണ്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സമൂസയുടെ മസാല ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ സമോസ ഷീറ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നിറച്ച് തന്നെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. ഈ ഒരു സമോസ ഷീറ്റ് നമ്മൾ ഷേപ്പാക്കി കൊടുക്കുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ഇതുപോലെ നമ്മൾ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമ്മൾ അറ്റത്ത് മൈദമാവ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൈദ കുറച്ച് വെള്ളത്തിൽ തിക്കായിട്ട് കലക്കി എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോന്നും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നും ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പാക്കി ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോന്നും മൊത്തത്തിൽ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത്രയും അളവിലുള്ള വേണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മാത്രമായിട്ടുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഒരു 15 സമൂസൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള അളവൊക്കെ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളെല്ലാം ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഫ്രോസണാക്കി വെക്കാം കേട്ടോ. ഈ ഒരു മൊത്തം 100 സമൂസയും നമുക്ക് ഫ്രോസണാക്കി വെക്കാം. നമുക്ക് 1 മാസം 2 മാസം ഒക്കെ നമുക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ലാം ഒന്നിച്ചാക്കിയിട്ടല്ല, വേറെ വേറെ പാക്കറ്റ് ആക്കിയിട്ട് വെക്കാം. നമ്മളെല്ലാം ഒന്നിച്ചിങ്ങനെ പുറത്ത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെക്കുമ്പോൾ മൊത്തത്തിൽ കുറേയൊക്കെ സ്പോയിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചായിട്ട് ചെറിയ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ
ചെറിയ സിപ്പ് ലോക്ക് വേറെ സിപ്പ് ലോക്ക് ബാഗിലൊക്കെ ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഫ്രോസൺ ആക്കി വെക്കുമ്പോൾ ഇനി ഇത് ആദ്യം നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ ഇത് കുറച്ച് നേരം ഇങ്ങനെ ട്രെയിൽ നിരത്തി ഫ്രീസറിൽ വെക്കണം അങ്ങനെയൊന്നുമില്ല. ഓൾറെഡി ഇതിൻ്റെ ഷീറ്റ് കുറച്ച് കട്ടിയല്ലേ, കവർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് മൊത്തത്തിൽ ഉണ്ടാക്കിയ പാട് നമുക്കിതുപോലെ സിപ്പ് ലോക്ക് ബാഗിലാക്കി വെക്കാം ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബാഗിൽ കുറച്ചായിട്ട് ഒരു 10 എണ്ണം അല്ലെങ്കിൽ ഒരു 12 എണ്ണം എന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്ത് ഒരു പാക്കറ്റ് വേണമെങ്കിൽ ഒരു പാക്കറ്റ് പുറത്ത് വെച്ചാൽ മതി, 2 പാക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ 2 പാക്കറ്റ് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നോമ്പിൻ്റെ സമയത്തൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഞാൻ ഓൾറെഡി കുറച്ച് മുമ്പ് ചെയ്ത വീഡിയോ തന്നെയാണിത്. അപ്പോൾ ഒരുപാട് പേരുണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സെയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോമ്പിൻ്റെ സമയത്തൊക്കെ സെയിൽ ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് കട്ട്ലറ്റാണ്. അപ്പോൾ ഈ ഒരു കട്ട്ലറ്റും 100 കട്ട്ലറ്റിനുള്ള അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്ന. ഫ്രോസണാക്കി വെക്കുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര അളവിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നേരെ പകുതി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. പല ഫ്ലേവറിലും കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ, ഇത്രയും അളവിൽ വേണ്ടാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫ്രോസണാക്കി വെക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വേണമെന്നില്ല, അതിനേക്കാളും കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചൂടായി വരുമ്പോഴേക്കും ചേർത്ത് കൊടുക്കുന്ന ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചിയാണ്. ഇഞ്ചി മൊത്തത്തിൽ 7 ടേബിൾ സ്പൂണാണ് കേട്ടോ. 1/4 കപ്പും പിന്നെ 3 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂണാണ് 1/4 കപ്പ്. അതുപോലെ വെളുത്തുള്ളി ക്രഷ് ചെയ്തത് 1/4 കപ്പ് നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കറിവേപ്പില ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലോട്ട് പച്ചമുളകാണ്. അപ്പോൾ ചെറിയ പച്ചമുളകായതുകൊണ്ട് ഞാൻ 10 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ പച്ചമുളകാണെങ്കിൽ 6 7 ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് വഴറ്റി കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. പേസ്റ്റ് പരുവത്തിലല്ല കേട്ടോ, വെള്ളം ചേർക്കാതെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇത്രയും മതിന് ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 17 സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 17 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരളവിൽ. വലിയ സവാളയാണെങ്കിൽ 15 എണ്ണം മതിയാകും. ഒരു മീഡിയം സൈസിലുള്ളതാണെങ്കിൽ 17 എണ്ണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സവാളയുടെ എണ്ണം കൂട്ടി കൊടുക്കുക. അതുപോലെ ചിക്കനും കൂട്ടി കൊടുക്കുക കേട്ടോ. സവാള ഒരു 4-5 സവാളയൊക്കെ ഇതിനേക്കാളും കൂടുതൽ എടുക്കുക. ഇതിപ്പോൾ ഇത്ര മതിന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ക്യാബേജ്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജാണ്. 2 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്യാരറ്റ് അരിഞ്ഞത് 1.5 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ് 1.5 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം 2 വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കമാണ്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരണം. ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ക്യാരറ്റ് വെന്ത് കിട്ടില്ല. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കട്ട്ലറ്റിന്. അതുപോലെ നമ്മൾ ക്യാപ്സിക്കമൊക്കെ എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ, വേറൊരു ഫ്ലേവറാണ്. ആ ഒരു മസാലയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടുന്നുണ്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. ഉള്ളി വഴറ്റുന്ന സമയത്തും ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ഒരു ഇച്ചിരി സമയം എടുക്കും, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. ക്യാരറ്റൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 3 ടീസ്പൂണ് നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലോട്ട് 1 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ മീറ്റ് മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ.
പിന്നെ വേണ്ടത് ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു മസാലയുടെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ മീറ്റ് മസാല പൗഡർ ഇല്ലെങ്കിൽ 2 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കന് ബോൺലെസ് ആയിട്ടുള്ള 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്ത് എടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ചിക്കൻ നമ്മൾ വേവിക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊന്നും ഊറ്റിക്കളയാതെ നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കുക. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വെള്ളമൊക്കെ വെള്ളം കളഞ്ഞിട്ട് ചിക്കൻ മാത്രമാണ് സാധാരണ ചേർത്ത് കൊടുക്കാറുള്ളത്. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും വെള്ളം നല്ലോണം വറ്റിച്ചിട്ട് തന്നെ എടുക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ചിക്കനിൽ ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റ്, അതിൻ്റെ വെള്ളം കളയുമ്പോൾ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ മൊത്തത്തിൽ പോയില്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ വറ്റിച്ചെടുക്കാൻ നോക്കുക, ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട്. അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ വറ്റിച്ച് തന്നെ എടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഷ്രെഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1 കിലോ ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള 1 കിലോ ചിക്കനാണ് ഈ ഒരളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പച്ചക്കറിയൊന്നും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1.5 കിലോ ചിക്കൻ എടുക്കുക. അപ്പോൾ ഇതൊരു 3 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ചേർത്ത ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക, ചിക്കനിലോട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് നമുക്ക് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മസാലയിൽ ഇപ്പോൾ നമുക്ക് ഇത് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടോറ്റയാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് ഇതുപോലെ തന്നെ നമുക്ക് സമൂസക്കുള്ള മസാലയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു 2 പൊട്ടോറ്റോ വേവിച്ചത് ചേർത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട്, ഇത് വേവിച്ച പൊട്ടോറ്റയാണ്, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് 2 വലിയ പൊട്ടോറ്റയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കിത് സമൂസക്കുള്ള മസാല ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ സമൂസക്കുള്ള മസാലയായി. സമൂസക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് റോൾ ഉണ്ടാക്കിയെടുക്കാം ഇതിൽ. അതുപോലെ ഏതൊരു ഫില്ലിങ് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്കിനും നമുക്ക് ഈ ഒരു മസാല യൂസ് ചെയ്യാം, ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്കിത് കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഇനി ചേർത്ത് കൊടുക്കാനുള്ള ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. നല്ലോണം വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടോറ്റോ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഒന്ന് ബോൾസാക്കി എടുക്കാൻ പരുവത്തിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ബാക്കിയുള്ള സ്നാക്കിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സെയിം തന്നെയാണ്. പൊട്ടോറ്റോ വേവിച്ച് ചേർക്കുന്ന വ്യത്യാസം മാത്രമാണ് കേട്ടോ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടോറ്റോ ചേർക്കാം. നമ്മൾ ആദ്യം 2 പൊട്ടോറ്റോ ചേർത്തിട്ടുണ്ടായിന്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് വെന്ത് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം വേവിച്ചെടുത്തിട്ടുള്ള പൊട്ടോറ്റോ. അപ്പോൾ പൊട്ടോറ്റോ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള അളവ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയല്ല കേട്ടോ, വേറെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള പൊട്ടോറ്റോ ആണെങ്കിൽ ഇതൊരു മീഡിയം സൈസിലുള്ള പൊട്ടോറ്റോ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പൊട്ടോറ്റോ നമുക്ക് 17 എണ്ണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഓൾറെഡി നമ്മൾ 2 പൊട്ടോറ്റോ നേരത്തെ മസാലയുടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. 2 വലിയ പൊട്ടോറ്റോ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. അതുകൂടാതെ തന്നെ 17 പൊട്ടോറ്റോ, ഒരു മീഡിയം സൈസിലുള്ള 17 പൊട്ടോറ്റോ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ഇതുപോലെ ഉടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടണം. അങ്ങനെ പേസ്റ്റ് പരുവത്തിൽ ഉടച്ചെടുക്കാണ്ട് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പോൾ പൊട്ടോറ്റോ വേവിക്കുമ്പോൾ നല്ലോണം വെന്ത് ഉടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കുക. അതുപോലെ ഒരുപാട് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇത്ര ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളതും കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ആദ്യം ഒരു 15 പൊട്ടോറ്റോ ആദ്യം ചേർത്ത് കൊടുക്കുക, ഒരു മീഡിയം സൈസിലുള്ളത്. എന്നിട്ട് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം 2 പൊട്ടോറ്റോ മസാലയുടെ കൂട്ടത്തിൽ 2 വലിയ പൊട്ടോറ്റോ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പൊട്ടോറ്റോ ആണെങ്കിൽ മൊത്തത്തിൽ 20 പൊട്ടോറ്റോ നമുക്ക് ഈ ഒരളവിൽ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാതെ 15 എണ്ണം ആദ്യം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ ബാക്കി 4-5 പൊട്ടോറ്റോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുക്കുന്ന പൊട്ടോറ്റോയുടെ സൈസ് അനുസരിച്ച് ചിലപ്പോൾ എണ്ണത്തിൽ മാറ്റം വരും. ഏകദേശം മീഡിയം സൈസിലുള്ളത് 20 പൊട്ടോറ്റോ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അപ്പോൾ ഇതിലോട്ട് ഞാനൊരു ഇച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ്, നമ്മൾ മസാലയുടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്താലും മതി.
ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ 1 കപ്പിൻ്റെ അടുത്ത് ഞാൻ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കോട്ടിങ് ചെയ്യാനെടുക്കുന്ന ഒരു ബ്രെഡ് ക്രംസ് തന്നെയാണ്. ആദ്യം 1/4 കപ്പ്, പിന്നെ കുറച്ചും കൂടെ 1 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി മൊത്തത്തിൽ. എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള പൊട്ടാറ്റോയും കൂടെ വേവിച്ച് വെച്ചിട്ട് ഉള്ള പൊട്ടാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊട്ടാറ്റോ പോരായിരുന്നു ആദ്യം ചേർത്തത്, അപ്പോൾ ബാക്കി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ കറക്റ്റായി കിട്ടുന്നുണ്ട് കേട്ടോ. മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ നമുക്ക് 20 എണ്ണം മൊത്തത്തിൽ നമുക്ക് പാകത്തിനാകുന്നുണ്ട്. നല്ലോണം പേസ്റ്റ് പരുവത്തിൽ ഞാൻ ഉടച്ചെടുത്തിട്ടില്ല, ഒരു ക്രഷ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഉടച്ചെടുത്തിട്ടുള്ളത് പൊട്ടാറ്റോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ. വലിയ വലിയ പീസസൊക്കെ പൊട്ടാറ്റോയുടെ ഉണ്ടെങ്കിലും ഒന്ന് ഉടച്ചെടുക്കുക. അങ്ങനെ നല്ലോണം പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കണ്ട പൊട്ടാറ്റോ, ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ബോൾസ് ആക്കി എടുക്കുമ്പോൾ നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് തന്നെ ബോൾസ് ആക്കി എടുക്കുക. വെറുതെ ഇങ്ങനെ ഒരു ഇതാക്കി എടുക്കാതെ നല്ലോണം ഒന്ന് അമർത്തി പ്രസ് ചെയ്തിട്ട് തന്നെ ബോൾസ് ആക്കി എടുക്കാട്ടെ. എന്നിട്ട് കറക്റ്റ് ഒരു ഷേപ്പ് തന്നെ ആക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൊടിഞ്ഞു പോവില്ല കട്ട്ലറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇതുപോലെ നന്നായി അമർത്തി ഇതുപോലെ ഒന്ന് കറക്റ്റ് ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കട്ടെ. ഞാൻ ഈ ഒരു സൈസിലാണ് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈസിൽ നമുക്ക് 100-ൽ കൂടുതൽ കിട്ടുന്നുണ്ട്, ഒരു 125 കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ സൈസിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ കുറേയൊക്കെ വലിയ സൈസിലും കുറച്ച് ചെറിയ സൈസിലും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു മീഡിയം സൈസിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 100 എണ്ണം അല്ലെങ്കിൽ ചിലപ്പോൾ 110 ഉണ്ടാക്കിയെടുക്കാം ഈ ഒരളവിൽ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വലിയ സൈസ് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഇതുപോലെ ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട്, അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 8 മുട്ട വേണ്ടി വരുന്നുണ്ട്. അതുപോലെ ഏകദേശം 2 പാക്കറ്റ് ബ്രെഡും വേണ്ടി വരുന്നുണ്ട് ക്രംസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മുട്ടയിലോട്ട് ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാൻ ഫുള്ളിപ്പോൾ എടുത്തിട്ടില്ല, ഇപ്പോൾ 4 മുട്ടയാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ആദ്യം ഇട്ട് കൊടുത്തിട്ട് കൈയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് നനഞ്ഞ കൈ കൊണ്ട് തന്നെ ആ ഒരു ക്രംസ് യൂസ് ചെയ്യാതെ കൈയൊക്കെ ഒന്ന് തുടച്ചിട്ട് വേണം നമ്മൾ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ കോട്ടിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് അതിലോട്ട് ഇങ്ങനെ ഇട്ടെടുക്കാതെ നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ബ്രെഡ് ക്രംസിൽ നമ്മൾ കോട്ടിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിലൊക്കെ ചെയ്യാട്ടോ. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അതിലോട്ട് ആക്കിയെടുക്കാത്ത അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ക്രംസ് പോലും എണ്ണയിലോട്ട് വീഴുന്നില്ല. ഇപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് കട്ട്ലറ്റ് പൊടിഞ്ഞു പോകുന്നതെന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ ക്രംസൊക്കെ എണ്ണയിലോട്ട് വീണാൽ ആ ഒരു എണ്ണയുടെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നില്ലേ, അങ്ങനെ പോലും ആവാത്ത ഇതിൻ്റെ ക്രംസ് പോലും വീഴാതെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. നന്നായിട്ട് തന്നെ ഈ ഒരു ക്രംസിൽ നന്നായിട്ട് തന്നെ കോട്ടിങ് ചെയ്തെടുക്കുക. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് 2 പ്രാവശ്യമൊക്കെ വേണമെങ്കിലും നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്യാം കേട്ടോ. ഒരു പ്രാവശ്യം കോട്ടിങ് ചെയ്തിട്ട് 2ാമത്തെ പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും വേണമെങ്കിലും കോട്ടിങ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അല്ലാത്ത നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ എല്ലായിടത്തും കവറാകുന്ന രീതിയിൽ ക്രംസ് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നല്ലോണം ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് ആക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പ്ലേറ്റിലോട്ടൊരു 4-5 എണ്ണം ഈ ഒരു ക്രംസിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടെല്ലാം കൂടെ കോട്ടിങ് ചെയ്തെടുത്ത ശേഷം പിന്നെ ബാക്കി ഇതുപോലെ തന്നെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു പ്ലേറ്റിലോട്ട് ക്രംസിലോട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് കൈയൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇതുപോലെ കോട്ടിങ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കോട്ടിങ് ചെയ്തെടുത്തിട്ടുള്ള കട്ട്ലറ്റ് നമ്മൾ പ്ലേറ്റിലാണ് കേട്ടോ നിരത്തി വെക്കുന്നത്. ഈ ഒരു സമയത്ത് ഇതൊരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു ട്രേയിലോ ഒന്ന് നിരത്തി കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ കണ്ടെയ്നറിലോ സിപ്പ് ലോക്ക് ബാഗിലോ ഒന്നും ഇട്ട് വെക്കുന്നതല്ല. ഇത് നമ്മൾ ആദ്യം ഒരു പ്ലേറ്റിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഡൗട്ട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതിന് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുമിച്ച് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതല്ല. ഇങ്ങനെ കുറേശ്ശേ ആയിട്ട് ഒരു 4-5 എണ്ണം ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലോണം ഗ്യാപ്പ് ഇട്ടിട്ട് നല്ലോണം കെയർ ചെയ്തിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്
ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ തിരിച്ചിട്ടൊക്കെ കൊടുക്കുമ്പോൾ വലിയ തവിയൊക്കെ വെച്ച് തിരിച്ചിട്ട് കൊടുക്കാതെ ചെറിയ എന്തെങ്കിലും തവിയോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൊടിഞ്ഞു പോവാതെ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, പൊടിഞ്ഞു പോവില്ല. പിന്നെ ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഒരുപാട് കട്ട്ലറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, പല വെറൈറ്റി കട്ട്ലറ്റും അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ. പിന്നെ നമ്മളിത് ഫ്രോസണാക്കി വെക്കുന്ന കട്ട്ലറ്റ് നമ്മളത് പുറത്ത് വെക്കുമ്പോൾ, ഫ്രോസണാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുള്ള കട്ട്ലറ്റ് പുറത്തെടുക്കുമ്പോൾ അത് ഒരുപാട് നേരം റൂം ടെമ്പറേച്ചർ ആവാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ് അത് ഐസ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഒരു 15 മിനിറ്റ് മാത്രം പുറത്ത് വെച്ചാൽ മതി. അല്ലാത്തത് കംപ്ലീറ്റ് അതിൻ്റെ ഐസൊക്കെ പോയിട്ട് അങ്ങനെ അത്രയും ഇതാക്കി വെക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 15 മിനിറ്റൊക്കെ പുറത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതും നമ്മൾ ഒരു ട്രേയിലോട്ട് ആക്കിയിട്ട് ആദ്യം ഫ്രീസറിൽ വെക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ വേറെ റെസിപ്പിയൊക്കെ ചെയ്ത പോലെ. അപ്പോൾ ഞാൻ ഇത്രയും ഒരു ട്രേയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഫ്രീസറിൽ വെക്കാം. അപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ എന്തായാലും വെക്കാം കേട്ടോ. 1.5 മണിക്കൂറൊക്കെ വെക്കാം, ഏറ്റവും നല്ലത് 1.5 മണിക്കൂർ വെക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇടയ്ക്ക് അരമണിക്കൂറൊക്കെ ആകുമ്പോൾ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അരമണിക്കൂറൊക്കെ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 1.5 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിന്. ഇപ്പോൾ 2 സൈഡും നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ടിയായതിന് ശേഷം നമുക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടൊക്കെ കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല നമ്മൾ കുറേ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുന്നില്ല. സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയ കണ്ടെയ്നറിൽ തന്നെ ഇട്ട് വെക്കാതെ വേറെ ചെറിയ ചെറിയ കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്ത് ആ ഒരു കണ്ടെയ്നർ മാത്രം എടുത്ത് പുറത്ത് വെച്ചാൽ മതിയില്ല, അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിലെടുത്ത് പുറത്ത് വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കണ്ടെയ്നറിൽ വെക്കാം. ഞാൻ ആദ്യം ഇതുപോലുള്ള വലിയ കണ്ടെയ്നറിൽ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് ചെറിയ കണ്ടെയ്നറിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കട്ട്ലറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ കട്ടിയാക്കിയിട്ട് തന്നെയാണ് ഇതിൽ കണ്ടെയ്നറിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ സിപ്പ് ലോക്ക് ബാഗിൽ വെക്കാതിരിക്കുക കേട്ടോ. കട്ട്ലറ്റ് ഏറ്റവും നല്ലത് ഇതുപോലുള്ള കണ്ടെയ്നറിൽ വെക്കുന്നതാണ്. പിന്നെ വലിയ കണ്ടെയ്നറിൽ വെക്കാതെ ചെറിയ കണ്ടെയ്നറിലായിട്ട് വെക്കാൻ നോക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ മൊത്തം നമുക്ക് ഓരോ കണ്ടെയ്നറായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം ആദ്യം. അപ്പോൾ ഇത് നമുക്ക് കുറേ ദിവസമൊക്കെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. 1 മാസം അതിൽ കൂടുതലൊക്കെ വെക്കാം കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്തെ ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്